വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയായി ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാൽ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. യാക്കോബിന് എഴുതിയ ലേഖനം 5-ാം അധ്യായം 13-ാമത് വാക്യം: നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ എന്നുള്ള അനുഗ്രഹീത വചനമാണ്. യാക്കോബ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യരുടെയൊക്കെയും ജീവിതത്തിനകത്ത് കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും ദീനങ്ങളുടെയും വേദനകളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും താഴ്ചകളുടെയും ഒക്കെ സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം. അപ്രകാരം തന്നെ സുഖത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ഒക്കെ കാലഘട്ടങ്ങളും ജീവിതയാത്രയിലേക്ക് കടന്നു വരാം. ജീവിതത്തിൽ നേരിടുന്ന ഏത് സാഹചര്യങ്ങളിലും അതിനോട് പൊരുത്തപ്പെട്ടുകൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതകാലം കഷ്ടതയുടെ കാലഘട്ടമായിരിക്കും. ആ സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ അത്യുന്നതനായ ദൈവത്തോട് ആഴമായി പ്രാർത്ഥനയിൽ നിങ്ങൾ ജീവിതം കഴിക്കണമെന്നും ഈ കഷ്ടതയുടെ കാലം കഴിഞ്ഞ് ഒരു സന്തോഷത്തിൻ്റെ കാലഘട്ടം, സമാധാനം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ ദൈവത്തെ വിട്ടുപോകുകയല്ല, ദൈവത്തോട് കൂടെ ആനന്ദിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതമായിരിക്കണം ഒരു ഭക്തന്റെ ജീവിതമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പഴയ നിയമ ചരിത്രത്തിലേക്ക് നാം ഒന്ന് കടന്നു പോയാൽ ഭക്തന്മാരുടെ ഒക്കെ ജീവിതത്തിൽ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിത പശ്ചാത്തലങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത്. എന്നാൽ അവരുടെ സുഖകാലത്തും അവരുടെ ദുഃഖകാലത്തുമൊക്കെ അവരേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ, ആലയത്തിലേക്ക് പോകുവാനുള്ള അവസരങ്ങൾ അവരുടെ മുൻപിൽ ലഭിക്കുമ്പോഴാണ് അവരേറ്റവും കൂടുതൽ സന്തോഷിച്ചതെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. 122-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നത്, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷ നിമിഷമാണ് അവർ ആരാധനാലയത്തിലേക്ക് പോകുവാനായിട്ട് അവർക്ക് കിട്ടുന്നതായ അവസരം. 126-ാം സങ്കീർത്തനത്തിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങളിൽ വരുമ്പോൾ സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വിതയുടെ ഒരു കാലമുണ്ട്. ആ കാലഘട്ടമെന്ന് പറയുന്നത് കണ്ണുനീരിൻ്റെ കാലമാണ് എന്നോർമ്മപ്പെടുത്തിയിട്ട് അടുത്ത പദം പറയുന്നത്, ഒരു കൊയ്ത്തിൻ്റെ കാലമുണ്ട്. ആ കൊയ്ത്തിൻ്റെ കാലം ആർപ്പിൻ്റെ കാലമാണ് എന്നോർക്കുകയാണ്. വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്ന ഒരു ഭക്തനെയും കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്ന ഒരു ഭക്തനെയും സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് സാഹചര്യങ്ങളിലൂടെയും നാം കടന്നു പോകേണ്ടി വരാം. കഷ്ടത വരുമ്പോൾ നാം ക്ഷീണിച്ചു പോകുന്നവരല്ല. സന്തോഷം വരുമ്പോൾ ദൈവത്തെ വിട്ട് ഈ ലോകത്തിൻ്റെ സമൃദ്ധിയിലും നന്മയിലും ആശ്രയിച്ച് ഓടുന്നവരുമല്ല. സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതയാത്രയിൽ എല്ലാ സന്ദർഭങ്ങളിലും ദൈവത്തെ കൂടുതൽ സ്നേഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആരാധനയുടെ ആത്മാവിൽ
മുന്നേറുന്നവരായി തീരുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഞങ്ങളുടെ ജീവിതം വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരാം. ഉയർച്ചയുടെയും താഴ്ചയുടെയും നന്മയുടെയും തിന്മയുടെയും രോഗത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒക്കെ സാഹചര്യം വരാം. ഞങ്ങൾ പതറിപ്പോകുന്നവരായിട്ടല്ല, ഏത് സാഹചര്യത്തിലും ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. ദൈവം സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.